Hi friends, welcome back to my channel. നമുക്ക് ഇന്ന് ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡേസി ഫ്ലവർ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ ആണിത്. ഇത് നമുക്ക് ഏത് സൈസിലും വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇത് കുറച്ച് വലിയൊരു സൈസിലാണ് ചെയ്യുന്നത്. ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഒരു 4.5 ഇഞ്ച് 5 ഇഞ്ചിന്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെന്റ് വേണ്ടത്, സെന്റിമീറ്ററിലാവുമ്പോൾ 13 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ എത്രയാണോ മെഷർമെന്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ മൾട്ടി കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു ബിഗിനിയുടെ ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഇങ്ങനെ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബേബി സോഫ്റ്റ് കോട്ടൺ യാനാണ്. സെൻറ്റർ പോർഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രൗൺ കളറും അതുപോലെ ഫ്ലവർ ചെയ്യാനായിട്ട് ലീഫ് ചെയ്യാനായിട്ട് മൾട്ടി കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി കളറിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 പ്ലേ ആണ് ആയതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ മാജിക് സർക്കിളിൻ്റെ ഈ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി ഞാൻ ഈ സെൻറ്ററിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1 ചെയ്തു. ഇനി അടുത്ത ഇങ്ങനെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാണോവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ മൂന്നാമത്തേത് കിട്ടും. അങ്ങനെ നമുക്ക് 4 5 6 നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് വലിച്ചിട്ട് ഇത് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്കിങ്ങനെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇത് നമ്മളെ സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് മാർക്കർ നിർബന്ധമായിട്ടും വെക്കണേ. സ്റ്റിച്ച് മാർക്കർ എന്ന് പറഞ്ഞാൽ ഒരു പിന്ന് വെച്ചാലും മതി, കുഴപ്പമില്ല. ഞാനോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. സെയിം ചെയിനിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഈ ഒരു ചെയിനിൽ. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നമ്മൾ എല്ലാ ചെയിനിലും ഈ 6 ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ചെയ്തിട്ട് ഈ 6 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വണ്ണിലും നമ്മൾ 2 എണ്ണം ചെയ്തു. അപ്പോൾ നമ്മൾ തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4th വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ 5th വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6th വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിൽ നമുക്ക്
സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നമ്മൾ ഈ റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, അതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി അടുത്തതിൽ സെക്കൻഡ് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് സെക്കൻഡ് വണ്ണിൽ ചെയ്യുന്നത്. കണ്ടോ, ഒരു ചെയിനിൽ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത തേർഡ് വണ്ണിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫോർത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫിഫ്ത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സിക്സ്ത് വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെവൻത്ത് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എട്ടാമത്തെ സ്റ്റിച്ചിൽ 8th വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒന്ന് ഇടപെട്ടിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഇനി 9th ഒരു സിംഗിൾ ക്രോഷ്യ, 10ാമത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ, ഇനി 11ാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി 12ാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 18 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 18 കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമ്മൾ 18 പെറ്റൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര പെറ്റൽസ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്തതിന് ശേഷം യാൺ ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ യാൺ ആഡ് ചെയ്തിട്ടുള്ള യാണിൻ്റെ ഒരു നൂല് ആണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് അങ്ങനെ കാണൂല, നിങ്ങൾ ഒറ്റ യാൺ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ യാൺ ആഡ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും ഞാൻ ആഡ് ചെയ്തിട്ടുള്ള യാൺ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടൈലൻറ്റ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു യാണും ഉണ്ടല്ലോ, ഈ 2 യാണേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ 2 യാണും ബാലൻസ് വരുന്ന 2 യാണും ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്കിങ്ങനെ 1-2 പ്രാവശ്യം കെട്ടി കൊടുക്കാം. അതിനുശേഷം ഈ ബാലൻസ് വരുന്ന യാൺ നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെന്നുള്ള ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പെറ്റൽ ചെയ്യാനായിട്ട് മൾട്ടി കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു യാണ് ഇങ്ങനെ എടുത്തിട്ട് ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 ഇവിടെ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ഇവിടുന്ന് യാൺ ഓവർ ചെയ്തിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആണ്.
പിന്നെ അടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ അത് നമ്മളെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ആണ്. ഇനി തൊട്ടടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ. അപ്പം നമ്മളെ നാലാമത്തെ ഡബിൾ ക്രോഷ്യ ആയി. ഇനി തൊട്ടടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ടോട്ടലി 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ നമുക്ക് 6 എണ്ണം അങ്ങനെ സ്റ്റിച്ച് പോലെ കാണാൻ പറ്റും. അതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഇനി നമ്മൾ 2 സ്റ്റിച്ചിലും ഹാഫ് DC ആണ് ചെയ്യുന്നത്. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി തൊട്ടടുത്ത ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ തൊട്ടടുത്ത ഈ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, തൊട്ട ചെയിനിലാണ് ഞാൻ ഈ ഒരു സെയിം ചെയിനിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും 12 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്കിവിടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തേർഡ് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫോർത്ത് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഫിഫ്ത്ത്. അങ്ങനെ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 3 ഹാഫ് DC ആണ് ചെയ്യുന്നത്. നേരത്തെ 2 എണ്ണം ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, മിസ്റ്റേക്ക് പറ്റിയതാണ്. 3 ഹാഫ് DC കൂടി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിലാണ്. നേരത്തെ നമ്മൾ ഒരു ചെയിനിൽ തന്നെ ഇപ്പോൾ 2 പെറ്റൽ ചെയ്തു. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5. 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 3 ഹാഫ് DC ചെയ്യുക. 1 2 2 3. 3 ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 പെറ്റൽസ് കിട്ടി. വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ ഈ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിങ്ങനെ ചുറ്റിലും 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പിന്നെ 5 DC, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ DC അങ്ങനെ 5 എണ്ണം ചെയ്തു. പിന്നെ 3 ഹാഫ് DC ചെയ്തു. പിന്നെ ഇവിടെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച്. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ലാസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യാം. അതിന് ശേഷം യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഈ യാണിനെ ഒന്ന് ആദ്യം മുകളിലേക്ക് എടുക്കാം, പിന്നെ നമുക്ക് താഴത്തേക്ക് എടുത്തു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഈ ഒരു ടെയിൽ എൻഡും ഈ ഒരു യാണും തമ്മിൽ നമുക്കൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് നമ്മളിവിടെ 18 പെറ്റൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 18 പെറ്റൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പെറ്റൽസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു റൗണ്ട് ഇൻക്രീസിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചെറിയ സൈസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ 12 പെറ്റലാണ് മതി എന്നുണ്ടെങ്കിൽ ഈ 12 പെറ്റൽ നിങ്ങൾക്ക് ചെയ്യാം. 6 പെറ്റലാണ് മതി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്ത ആ ഒരു 6 സിംഗിൾ ക്രോഷേയിൽ നമുക്ക് പെറ്റൽസ് ചെയ്താൽ മതി. 12 ആണെങ്കിൽ 2 റൗണ്ട് ചെയ്യുക. 18 പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 3 റൗണ്ട് ചെയ്യുക. ഇനി അതിലും പെറ്റൽസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 18 ഉള്ളത് നമുക്കൊരു 24 പെറ്റൽസ് ആണ് വേണ്ടത്. വലിയ സൈസിലുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടി ചെയ്താൽ മതി ഇൻക്രീസിങ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ ഈ ഒരു പെറ്റൽസിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ 10 ചെയിൻ സ്റ്റിച്ചിന് പകരം 12ഓ 14ഓ 16ഓ എത്രയാണോ പെറ്റൽസിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളെ ഓരോ ഷെയറും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അതുപോലെ നിങ്ങൾ എന്ത് കമൻറ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.